നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ കോട്ടിക്കുമാറായല്ലോ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. ദേവനിൽ ദേവാ ശുഭാനന്ദ ദേവാ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ. ശുഭാനന്ദ ദേവാ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ. ദേവനിൽ ദേവാ ശുഭാനന്ദ ദേവാ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ, നിന്നുടെ ശോഭ ഞാൻ കണ്ടേ. പരിപൂർണ പ്രശോഭയുള്ള പരമാത്മാവിനെ ദർശിക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനമാർഗത്തിൽ ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമന സന്താനങ്ങളെ, ആത്മബോധോദയ സംഘമെന്ന നിത്യവെളിച്ചത്തെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പരമാത്മ ദർശനം കൃത്യമായും സത്യമായും ആത്മാവിൽ അനുഭവമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനേകം ഹൃദയങ്ങളിൽ അത് അനുഭവമാക്കിക്കൊണ്ടാണ് ശുഭാനന്ദ ദിവ്യരൂപം മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്നത്. ആ വാഴ്ച കാണുവാനും അറിയുവാനും ആരാധിക്കുവാനും അനുഭവിക്കുവാനുമൊക്കെ ദൈവം അനുവദിച്ച ഈ സന്ദർഭം ഒരിക്കലും നഷ്ടമാക്കാതെ കരുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇന്നും അനേകം ആളുകൾ സത്യം സ്വീകരിച്ചു, ആദർശത്തിൽ ചേർന്നു. എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? ഈ നിയമം വിട്ട് ഒരു ചിന്ത പോലും എന്നിൽ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് ജീവിതം ചെയ്താൽ ഒരിക്കലും ഒരു അപാകതകളും ഒരനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ആദർശധീരരായി ജീവിതം ചെയ്യുവാൻ ജഗതീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നടന്നുകൊണ്ടിരുന്ന ഉന്നതമായ കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നന്ദി പറയുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. സർവജ്ഞാനോത്സവം കഴിഞ്ഞ് നമ്മൾ താരാസ്തുതി, അതും ആനന്ദോത്സവമായി തന്നെ അനുഭവമായി. അത് കഴിഞ്ഞ് അതിൻ്റെ നന്ദി പറഞ്ഞു. പക്ഷേ കൂടുതൽ ആളുകൾക്ക് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് 1-2 പേരെ വിളിക്കുന്നു, പറയുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഈ ഒരു വർഷം മുഴുവൻ പറഞ്ഞാലും സർവജ്ഞാനോത്സവത്തിൻ്റെയോ ഈ അനുഭവിക്കുന്ന താരാസ്തുതിയുടെയോ ഈ ആനന്ദത്തിൻ്റെയോ ഒക്കെ നന്ദി പറഞ്ഞ് തീർക്കുവാൻ കഴിയുന്നതാണ്? ഒരിക്കലുമല്ല. കാരണം ഓരോരുത്തരും ചിന്തിക്കും തോറും എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തൊക്കെ വിധത്തിലായിരുന്നു നടന്നത്, എന്തൊരു ആനന്ദമായിരുന്നു എന്ന് ചിന്തിക്കും തോറും അങ്ങനെ മതിമറക്കുന്ന ആനന്ദം വീണ്ടും വീണ്ടും ഹൃദയത്തിൽ ഉയർന്ന് പോകുകയാണ്. അതിനെ നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ വർണ്ണിക്കുന്നത്? നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മുടെ ജീവിതം ഈശ്വര മുമ്പാകെ നന്ദിയായി അർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. എങ്കിലും നമുക്ക് ഈ കടമ അത് അനിവാര്യവും നിയമവുമായതിനാൽ വീണ്ടും അതിലേക്കായി ആളുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ കൃത്യമായ നിലയിൽ അതിനെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് നമുക്കതിനുള്ള അവസരമുണ്ടാകും. ഉന്നതമായ നിലയിൽ വാക്കുകൾ ഉപയോഗിക്കുവാൻ, അത് ഭക്തഹൃദയങ്ങളിൽ ആനന്ദമായി ഭവിക്കുവാൻ ഈശ്വരൻ്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായി വർണ്ണിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിച്ച് അതിനെ ആനന്ദമാക്കി തന്നെ അനുഭവിക്കുവാൻ കഴിയും. ആ വിധത്തിലാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പറയാൻ പഠിക്കണം. ആരും തന്നെ പറയാൻ പഠിക്കണം. തന്നെ പറയണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മബോധോദയ സംഘത്തിൻ്റെ നിയമം അതാണ്. ആരെയാണ് പറയേണ്ടത്? തന്നെ പറയണം, പിന്നെ തന്നെ പറയണം. രണ്ട് ഒരു വാക്ക് തന്നെയാണ്, പക്ഷേ 2 അർത്ഥമാണ്. അവരവർ പറയണമെന്നുള്ളതാണ് ആദ്യത്തെ തന്നെ. രണ്ടാമത്തതോ താനെന്നുള്ളത് ആരാണ്? ആ പരമാത്മാവാണ് ജീവാത്മാവായി ആത്മാവിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ ആത്മാവും താൻ തന്നെയാണ്. ഇപ്പം തന്നെ പറയണം. അങ്ങനെ പറയുവാൻ കരുത്തുള്ളവരായി തീരട്ടെ. പരമപുരുഷനുടെ പരമാനന്ദ രാജ്യത്തിൽ
പരിപൂർണാനന്ദം പ്രദാനം ചെയ്യുവാൻ, പരമഭക്തന്മാരിൽ പരിപൂർണാനന്ദം പ്രദാനം ചെയ്യുവാൻ, പരിപൂർണ ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു പരിപൂർണ ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു ഇഹലോകത്തിൽ സ്ഥാപിച്ച ആദർശമാണ് ആത്മബോധോദയ സംഘം. ലോകത്തിൽ സ്ഥാപിച്ച ആദർശമാണ് ആത്മബോധോദയ. ഇവിടെ ജാതിമത ഭേദങ്ങളില്ല, ഇവിടെ ജാതിമത ഭേദം യാതൊരു ഭേദബുദ്ധിയും ഇല്ലാതെ യാതൊരു ഭേദബുദ്ധിയും ഏകത്വമായ ബോധത്തിൽ ഏകീഭവിച്ചു നിന്നുകൊണ്ട് ഏകാത്മനാകുന്ന പരമാത്മാവിനെ അറിഞ്ഞ് ആരാധിക്കുവാനുള്ള സന്ദർഭമാണ് ഇവിടെ ഒരുക്കുന്നത്. ഏകത്വമായ ബോധത്തിൽ ഏകീഭവിച്ച് നിന്നുകൊണ്ട് ഏകാത്മനാഥനാകുന്ന പരമാത്മാവിനെ അറിഞ്ഞ് ആരാധിക്കാനുള്ള സന്ദർഭമാണ് ഇവിടെ ഒരുക്കുന്നത്. അതാണ് ഇതിന്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത്. ആത്മബോധോദയ സംഘം ആത്മനാഥനോട് ചേർന്ന് ആനന്ദിക്കുവാൻ വേണ്ടി ആത്മനാഥനാൽ സ്ഥാപിച്ചതാണ്. ആത്മനാഥനാണ് ലോകത്തിൽ ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വന്നിരിക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് അറിയിച്ചതുപോലെ ഈ ജ്ഞാനം വഴിയായി മാത്രമേ ഗുരുവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഗുരുവിന്റെ രൂപമോ ഗുരുവിന്റെ സ്വഭാവങ്ങളോ ഗുരുവിന്റെ മറ്റു ബാഹ്യമായ കർമ്മങ്ങളോ അതുമല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളോ ഇതുകൊണ്ടൊന്നും ഗുരുവിനെ പൂർണ്ണമായി അറിയുവാൻ കഴിയുകയില്ല. സർവജ്ഞാന സമ്പൂർണനെ സമ്പൂർണമായി അറിയുവാൻ, സർവജ്ഞാന സമ്പൂർണനെ സമ്പൂർണമായി അറിയുവാൻ, സർവജ്ഞാന സമ്പൂർണനെ സമ്പൂർണമായി അറിയുവാൻ, സമ്പൂർണമാം സർവജ്ഞാനം ഗ്രഹിച്ചു കൊള്ളുക. സർവജ്ഞാന സമ്പൂർണനെ സമ്പൂർണമായി
കൊണ്ടല്ലാതെ തന്നെ അറിയാൻ ഒരു മാർഗവുമില്ല. ആത്മനാഥൻ അറിയിക്കുന്ന സർവജ്ഞാനം കൊണ്ടല്ലാതെ ഭഗവാനെ അറിയുവാൻ ഒരു അപ്പൊ അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് എന്താണ് ഈ സർവജ്ഞാനോത്സവം ആഘോഷിക്കുന്ന വേളയിലും നിങ്ങളോട് അറിയിച്ചത് എന്താണ്? സർവജ്ഞാനോത്സവം ആഘോഷിക്കുന്ന വേളയിൽ നമ്മോട് അറിയിച്ചത് എന്താണ്? അറിയുക, അറിയുക, അറിയിക്കുക, ഒന്നാവുക, ആനന്ദിക്കുക. ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. അറിവ് കൊണ്ടല്ലാതെ അഖിലാത്മനാഥനാകുന്ന പരമാത്മരൂപത്തെ കാണുവാൻ ഒരു മാർഗവുമില്ല. അറിവുകൊണ്ടല്ലാതെ അഖിലാത്മനാഥനാകുന്ന പരമാത്മരൂപത്തെ കാണുവാൻ ഒരു മാർഗവുമില്ല. ഇന്ന് ഗുരുവായൂർ സ്വദേശിയായ ഒരാൾ ആദ്യമായി സന്നിധാനത്തിൽ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ സ്വദേശിയായ ഒരാൾ ആദ്യമായി ഭഗവാന്റെ സന്നിധിയിൽ എത്തി. നമ്മുടെ 1-2 ഭക്തന്മാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതിനെ പറഞ്ഞു കേട്ട് അറിഞ്ഞൊക്കെ വന്നതാണ്. സന്താനം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ചോദ്യം വേണ്ട വിധത്തിൽ മനസ്സിലാകാത്തത് കൊണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ണിക്കണ്ണനല്ലേ എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഉണ്ണിക്കണ്ണനായി തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ ചോദ്യം ഏത് വിധത്തിലാണ് എന്ന് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, ഗുരുവായൂരപ്പനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് പോലെ ജീവിക്കാമെങ്കിൽ കാണിച്ചു തരാമെന്ന് വാക്ക് കൊടുത്തു. ഏതാണ് ആ വഴി? ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? നിങ്ങളോട് പറഞ്ഞത് എന്താണ്? സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സത്യം ഗ്രഹിക്കണം, സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സൽക്കർമ്മം നിത്യവും ചെയ്യണം, നിന്നിൽ ആത്മസ്വരൂപത്തെ കാണുവാൻ. 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 സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സത്യം ഗ്രഹിക്കണം, നിത്യം സ്തുതിക്കണം. സൽക്കർമ്മം നിത്യവും ചെയ്യണം, നിന്നിൽ ആത്മസ്വരൂപത്തെ കാണുവാൻ. 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 ഒരാൾ പ്രവേശിച്ചു വരുമ്പോ ആ ആളിന്റെ സാമ്പത്തിക സ്ഥിതിയോ ജാതി വ്യവസ്ഥയ്ക്ക് അനുസൃതമായ ഉയർച്ച താഴ്ചകളോ ധനപരമായ ഉയർച്ചകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ഉയർച്ചകളോ ഇതെന്തെങ്കിലും ഇവിടെ അന്വേഷിക്കാറുണ്ടോ? ഇപ്പൊ MBBS പഠിക്കുന്ന ആളിന് ഇന്ന വിധത്തിലാണ് സത്യം കേൾപ്പിക്കുന്നത്, SLC പഠിച്ച ആളിന് ഇന്ന വിധത്തിലാണ് സത്യം കേൾപ്പിക്കുന്നത്. ചെറിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് വേറൊരു സത്യം, 2 നില വെച്ചിട്ടുള്ളവർക്ക് വേറൊരു സത്യം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്തെങ്കിലും ഭേദബുദ്ധി ഉണ്ടോ? എല്ലാവർക്കും തരുന്നത് ഒരേ സത്യമാണ്. ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ, ഒരിക്കലും
ഭേദബുദ്ധികളുമില്ലാതെ ഭേദബുദ്ധികളുമില്ലാതെ ഈ അറിവിനെ ദാനം ചെയ്യുമ്പോൾ അറിവിനെ ദാനം ചെയ്യുമ്പോൾ എപ്പോൾ ഈ അറിവ് സ്വീകരിക്കുന്നുവോ അപ്പോൾ ഈ അറിവ് ആ സ്വീകരിക്കുന്നു. നിമിഷം മുതൽ ആ നിമിഷം മുതൽ ആ അറിവിനനുസരണമായ ജീവിതം ചെയ്തുകൊണ്ടാൽ ആ അറിവിനനുസൃതമായ ജീവിതം ചെയ്തുകൊണ്ട് ആത്മാവിലൊരു വിശുദ്ധി ഉണ്ടാകും. ആത്മാവിലൊരു വിശുദ്ധി ആ ഉണ്ടാകും. വിശുദ്ധീകരണത്തിലാണ് ഗുരുവിന്റെ രൂപത്തെ ആത്മാവിൽ കാണുന്നത്. ആ വിശുദ്ധീകരണത്തിലാണ് ഗുരുവിന്റെ തിരുരൂപത്തെ ആത്മാവിൽ കാണുന്നത്. പലർക്കും ഗുരു എന്ന പദം പറയുമ്പോൾ ചിന്ത വരുന്നത് ലോകത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുന്ന ആളുകളെ പറ്റിയാണ്. പലർക്കും ഗുരു എന്ന പദം പറയുമ്പോൾ ചിന്ത വരുന്നത് ലോകത്തിൽ വിദ്യ അഭ്യസിക്കുന്ന ഗുരുക്കളെ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ടല്ലോ. പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. നൃത്തം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, നൃത്തം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, സംഗീതം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, സംഗീതം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, പാചക വിദ്യ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, പാചകവിദ്യ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, പലവിധത്തിലുള്ള ശാസ്ത്രവിദ്യകൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. പലവിധത്തിലുള്ള ഇങ്ങനെ ശാസ്ത്ര ചിന്തിച്ചാൽ ഗുരുക്കന്മാരുടെ വലിയ ഒരു നിര തന്നെ ഉണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ ഗുരുക്കന്മാരുടെ വലിയൊരു നിര. എന്നാൽ ഇവിടെ പറയുന്ന ഗുരു ആരാണ്? ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾക്കുള്ളിൽ ഉള്ളതും ഗുരു തന്നെ ഓ സൃഷ്ടിജാലങ്ങളായതും ബഹുഭർത്യവേഷം എടുത്തതും ആ ഗുരു ആരാണ്? ആ ഗുരു ആരാണ്? സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നതും സൃഷ്ടിക്ക് മുൻപ് ഉണ്ടായിരുന്നതും സൃഷ്ടിയായി തന്നെ വാഴുന്നതും സൃഷ്ടിയായി സൃഷ്ടിയിൽ തന്നെ വാഴുന്നതും ഇതെല്ലാം അവസാനിച്ചാലും ഉള്ളതായി നിൽക്കുന്ന വസ്തുവാണ് ഗുരു. ഇതെല്ലാം അവസാനിച്ചാലും ഉള്ളതായി നിൽക്കുന്ന വസ്തുവാണ്. ആ ഗുരുവിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ഗുരുവിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിന്റെ പേരാണ് സർവജ്ഞാന സമ്പൂർണ്ണ രൂപം. അതിന്റെ പേരാണ് സർവജ്ഞാന. അത് ഓങ്കാരനാദബ്രഹ്മമാണ്, ഓങ്കാരനാദബ്രഹ്മം, ജ്ഞാനബ്രഹ്മമാണ്, ശക്തിബ്രഹ്മമാണ്. ഏത് വിധത്തിൽ ആര് വിളിച്ചാലും വിളി കേൾക്കുന്നത് ആ രൂപമാണ്. ഏത് വിധത്തിൽ ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന സർവ്വ അവതാരങ്ങളെയും ഈ ലോകത്തിലേക്ക് അയച്ചത് യഥാർത്ഥമായ ഗുരുവാണ്. സർവ്വ അവതാരങ്ങളെയും ലോകത്തിലേക്ക് ആ ഗുരുവാണ്. ആ ഗുരുവാണ്. കലിയുഗത്തിൽ ഖഡ്ഗിയായി ഗുരു തന്നെ വന്നല്ലോ. ഓ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഗുരു തന്നെ വന്നല്ലോ. ഓ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഗുരു തന്നെ വന്നല്ലോ. ഓ അജ്ഞാനം അകറ്റിടുന്ന വിജ്ഞാനങ്ങൾ തന്നല്ലോ. അജ്ഞാനം അകറ്റിടുന്ന വിജ്ഞാനങ്ങൾ തന്നല്ലോ.
നിന്നാണ് സർവ്വതും ഉണ്ടായിരിക്കുന്നത്. ആ ജ്ഞാനമാണ് ഖഡ്ഗിയായി അവതരിച്ചിരിക്കുന്നത്. ഇപ്പോ പുരാണ സംബന്ധമായി സംസാരിക്കുന്നവർ, പഠിച്ചു സംസാരിക്കുന്നവർ, അവർ പറയുന്നത് ഖഡ്ഗിയുടെ അവതാരത്തിന് സമയമായിട്ടില്ല എന്നാണ്. അവരതിന് എണ്ണവും തൂക്കവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണിത് എഴുതിയത്? ആരാണിതിന് കണക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്? ആരാണിതിനെ നിശ്ചയിക്കുന്നത്? ഇത് ആ കലിയുഗ ഖഡ്ഗി ലോകത്തിൽ അവതാരമായി വന്ന മനുഷ്യകുലങ്ങളോട് അറിയിച്ചത് എന്താണ്? ലോകത്തിലെ ഒരളവ് പോലും കൊണ്ടും എന്നെ അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട്? ആദ്യന്ത വിഹീനനായ ആ ബ്രഹ്മസ്വരൂപമാണ് ശുഭാനന്ദ രൂപം. അതിനെ ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. അത് എവിടെ വരണം, എങ്ങനെ വരണം, ഏത് വിധത്തിൽ വാഴണമെന്നൊക്കെ താൻ തന്നെ തീരുമാനിക്കും. എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ജീവിക്കുന്നവരോട് മറ്റു പ്രതിബദ്ധതയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ? തന്നിൽ നിന്നുണ്ടായ സന്താനങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, തന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ ഏകനായിരുന്നു ചിന്തിച്ച ചിന്തകളാണ് ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിക്കു മുൻപ് ദൈവം ഏകനായിരുന്നിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ലോകം ഉണ്ടാക്കണം, എങ്ങനെ ഇതിനെ നിലനിർത്തണം, ഏത് വിധത്തിൽ നടത്തണം, എങ്ങനെ ഇത് തിരിച്ചു സ്വീകരിക്കണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും ആലോചിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കമ്മിറ്റിക്കാരും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വന്നത്. അന്ന് കമ്മിറ്റി ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഇങ്ങനെയൊന്നും നടത്താൻ കഴിയുമായിരുന്നില്ല. കാരണം പല ജനം പല അഭിപ്രായമാണ്. ബഹുജനം പലവിധമെന്നാണ് ആ പൊരുൾ പോലും. അത് ഒന്നും നടക്കുകയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ ദൈവത്തിന് ഒരഭിപ്രായമുള്ളൂ. തന്റെ മഹത്വം, ഭാഗ്യം, സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടി നടത്തിയത്. അത് തിരികെ എത്തിക്കുന്നതാണ് മനുഷ്യജന്മങ്ങളുടെ കടമ. അപ്പൊ മഹത്വപൂർണമായ മനുഷ്യജന്മത്തെ മഹത്തരമായി തന്നെ നിലനിർത്തി ജീവിക്കുന്നവർക്ക് ആ സമ്പൂർണമായ മോക്ഷം ഉന്നതനാകുന്ന ദൈവം ദാനം ചെയ്യുകയാണ്. അവരവരുടെ ഇഷ്ടത്തിന് ജീവിതം ചെയ്താൽ ഒരിക്കലും ഗുരുവെങ്കിലേക്ക് ചെന്ന് ചേരുവാനോ മോക്ഷം പ്രാപിക്കുവാനോ കഴിയില്ല. സമ്പൂർണമായ മോക്ഷം ദാനം ചെയ്യുവാൻ വന്ന സമ്പൂർണ്ണ അവതാരത്തെ സമ്പൂർണമായും സ്വീകരിച്ച് യാതൊരു ലജ്ജാഭയങ്ങളും കൂടാതെ ഉന്നതമായ സത്യജീവിതം ചെയ്താൽ നിത്യമോക്ഷത്തിന് അവകാശികളായി തീരും. സത്യം സത്യം സത്യം. എന്തുകൊണ്ട്? മോക്ഷത്തിനുള്ള വഴി തെളിയിക്കുന്ന ശുഭാനന്ദ നാമത്തിൽ നിന്നാണ്. അതാണ് ഈ കൊടുക്കുന്ന സത്യം. അത് സത്യത്തിലേക്ക് എത്തുവാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. അതിൽ കൂടി സഞ്ചരിച്ചാൽ എത്തുന്നത് അവരവരുടെ ഉള്ളിലേക്കാണ്. അവിടെ തെളിയുന്നത് തന്റെ ആത്മരൂപമാണ്. ആ ആത്മരൂപത്തിലാണ് പരമാത്മരൂപം പ്രകാശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പ്രകാശിച്ച് കണ്ടു കഴിയുമ്പോൾ മതി വരുമോ കണ്ണ നിന്നോട് കളിയാട്ടം, കാണും
മടുപ്പുണ്ട്. അതിരുചിയേറിയ ഒരു ഭക്ഷണം നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനോടൊരു വെറുപ്പ് തോന്നും. എത്ര മനോഹരമായ കാഴ്ചയായാലും തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നാൽ അതിനൊരു മടുപ്പുണ്ടാവും. എത്ര ഇഷ്ടമുള്ള വസ്ത്രമായാലും തുടർച്ചയായി ഉപയോഗിച്ചാൽ അതിനോടൊരു വെറുപ്പുണ്ടാവും. അതുപോലെ ലോകത്തിൽ നമ്മൾക്ക് ആസ്വാദ്യമായി തോന്നുന്ന പലതും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ വർജിക്കും. എന്നാൽ സാക്ഷാലുള്ള ഭഗവത് സ്വരൂപത്തെ ആത്മാവിന്റെ രൂപമായി ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ അത് മതി വരികയില്ല. അത് പരമസത്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കീർത്തിച്ചിരിക്കുന്നത്. മതി വരുമോ കണ്ട
ഗുരുരൂപം. കളങ്കമറ്റ ആത്മാവിന്റെ രൂപമാണ് ഗുരുരൂപം. അത് മതിവരാത്ത കാഴ്ചയാണ്. അത് മതിവരാത്ത ആ കാഴ്ചയിലേക്ക് എത്തുവാനാണ് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് എത്തുവാനാണ് ഈ തിരുനിയമങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നിയമങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നിയമങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു നിയമമാണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത്. ശ്രേഷ്ഠമായ ഒരു നിയമമാണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത്. എന്താണ് ആ നിയമം? എന്താണ് ആ നിയമം? ഉത്രാട പൂജ. ഉത്രാട പൂജ. പണ്ട് കാലത്ത് പണ്ടുകാലത്ത് കള്ളും കോഴിയും കഞ്ചാവും ഒക്കെ വെച്ച് പൂജിച്ചിരുന്ന സ്ഥാനത്ത് കള്ളും കോഴിയും കഞ്ചാവും ഒക്കെ പൂജിച്ചിരുന്ന സ്ഥാനത്ത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായി നമ്മൾ വാങ്ങിക്കുന്നതിൽ നിന്നൊരു അംശം എടുത്ത്, നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു അംശം എടുത്ത്, അരിയും പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ എടുത്ത്, പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ എടുത്ത് പൂജാമുറി ശുദ്ധീകരിച്ച് അതിൽ ഒരു ദൂഷണിലയിട്ട്, പൂജാമുറി ശുദ്ധീകരിച്ച് അതിലൊരു ദൂഷണയിലിട്ട്, ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച്, നിലവിളക്ക് കത്തിച്ചു ഈ വെച്ച്, ഒരുക്കുകളെല്ലാം അതിൽ വെച്ച് ഒരുക്കുകളെല്ലാം അതിൽ വെച്ച് ഗുരു മുമ്പാകെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഗുരു മുമ്പാകെ നമ്മൾ ഗുരുവും ശിഷ്യനും കൂടി എഴുന്നള്ളി വരുമ്പോൾ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ അത് ഒരുക്കി വയ്ക്കുന്നത്. ഗുരുവും ശിഷ്യനും കൂടി എഴുന്നള്ളത്തായി വരുമ്പോൾ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആ എഴുന്നള്ളത്ത് അനേകം ഭവനങ്ങളിൽ അനുഭവമായിട്ടുണ്ട്. ആ എഴുന്നള്ളത്ത് അനേകം അങ്ങനെ അനുഭവമായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഈ അനുഭവം ഈ വർഷവും ഉപരിയായി നിങ്ങൾക്ക് അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഒരുക്കുന്ന ഒരുക്കങ്ങൾ സ്വീകരിപ്പാൻ ഈശ്വരൻ എഴുന്നള്ളുമാറാകട്ടെ. സർവഭവനങ്ങളിലും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഈശ്വരൻ വരദാനമായി ദാനം ചെയ്യുമാറാകട്ടെ. എഴുന്നള്ളത്ത് കാണുവാൻ നിങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിക്കുക. തിരുവെഴുന്നള്ളത്തു കാണാൻ അടിയങ്ങൾ കാത്തിരിക്കുന്നിതാ. അടിയന്റെ ഭവനത്തിൽ എഴുന്നള്ളി അനുഗ്രഹിച്ചിടണേ ഗുരുനാഥ. അടിയന്റെ ഭവനത്തിൽ എഴുന്നള്ളി അനുഗ്രഹിച്ചിടണേ ഗുരുനാഥ. കുറവുകളൊക്കെ ക്ഷമിക്കണമേ, അനുഗ്രഹം ദാനമായി നൽകണമേ. കുറവുകളൊക്കെ ക്ഷമിക്കണമേ, അനുഗ്രഹം ദാനമായി നൽകണമേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് അനുഗ്രഹമാകണമേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് അനുഗ്രഹമാകണമേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് ആനന്ദമായി വരണേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് ആനന്ദമായി വരണേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് അനുഗ്രഹമാകണമേ. കരുണാനിധിയുടെ തിരുനടനമോ ഏഴകൾക്ക് ആനന്ദമായി വരണേ. ഓ, ഖഡ്ഗാവതാരമായതുകൊണ്ട് വെള്ളക്കുതിരയുടെ പുറത്തായിരിക്കും വരുന്നത്, അല്ലേ? ആണോ?
ആണോ? എന്താണ് ഈ വെള്ളക്കുതിര? എന്താണ് ഈ വെള്ളക്കുതിര? ഭഗവാൻ പറഞ്ഞത് എങ്ങനെ സഞ്ചരിക്കുമെന്നാണ്, ഭഗവാൻ കൽപ്പിച്ചത് എങ്ങനെ സഞ്ചരിക്കും? ഏത് വഴി വരുമെന്നാണ് അറിയിച്ചത്. ഏത് വഴി വരുമെന്നാണ്? അഖിലാണ്ടം ശോഭിക്കും രഥമുണ്ട് എനിക്ക്, ആത്മാലോകങ്ങളിൽ സഞ്ചാരം ചെയ്യുവാൻ. അഖിലാണ്ടം ശോഭിക്കും രഥമുണ്ട് എനിക്ക്, ആത്മാലോകങ്ങളിൽ സഞ്ചാരം ചെയ്യുവാൻ. പുരാണങ്ങളിൽ പറയുന്ന ഈ വെള്ളക്കുതിര എന്താണ്? പുരാണങ്ങളിൽ പറയുന്ന വെള്ളക്കുതിര എന്താണ്? തൻ്റെ സർവജ്ഞാനമാണ്. ഭഗവാന്റെ സർവ്വജ്ഞാനം. ഈ അഖിലാണ്ടവും സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സർവജ്ഞാനം കൊണ്ടാണ്. അഖിലാണ്ടവും സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വജ്ഞാനം. ബ്രഹ്മരൂപമായ തനിക്ക് സഞ്ചരിക്കാൻ തൻ്റെ അറിവിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ബ്രഹ്മരൂപമായ ഭഗവാൻ സഞ്ചരിക്കുവാൻ തന്റെ അറിവിൽ കൂടിയാണ് ഞാൻ ഈ അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ആരാശ്രയിക്കുന്നു അവിടെ ആ എഴുന്നള്ളത്തുണ്ടാകും. അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ആരാശ്രയിക്കുന്നു അവിടെ എഴുന്നള്ളത്ത്. അപ്പൊ തൻ്റെ വാഹനമായി നിൽക്കുന്നത് എന്താണ്? ഭഗവാന്റെ വാഹനമായി താൻ തന്നെ അറിയിച്ച അറിവാണ്. ഭഗവാൻ തന്നെ അപ്പൊ ആ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് ആരൊക്കെ ആ കർമ്മം ആചരിക്കുന്നുവോ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് ആരെല്ലാം അവിടെ എല്ലാം എന്തുണ്ടാകും? അവിടെയെല്ലാം എന്തുണ്ടാകും? എഴുന്നള്ളത്തായി 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 ഭഗവാൻ വരുമ്പോൾ തന്നോടൊപ്പം സർവരും ഉണ്ടാകും. ഭഗവാൻ വരുമ്പോൾ തന്നോടൊപ്പം സർവ്വരും അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ ഒരു പ്രത്യേകത. അതിന് ഒരു ഉദാഹരണം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം ഭഗവാൻ കൽപ്പിച്ചു. വാർദ്ധക്യത്തിലെത്തി മരണം പ്രാപിക്കുന്ന ആളുകളെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വാർദ്ധക്യത്തിലെത്തി മരണം പ്രാപിക്കുന്ന ആളുകളെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം പല പല കാര്യങ്ങളും അങ്ങനെ മങ്ങി മങ്ങി പോകും. ആദ്യം പല പല കാര്യങ്ങളും കാഴ്ച മങ്ങും, കേൾവി മങ്ങും, ചലനശേഷികൾ നഷ്ടപ്പെടും, ചലനശേഷികൾ നഷ്ടപ്പെടും, സ്പർശനശേഷി നഷ്ടപ്പെടും, സ്പർശനശേഷി നാവിന്റെ രുചി നഷ്ടപ്പെടും, ആഹാരം കഴിക്കുന്നതിൽ വിമുഖത കാണിക്കും. അങ്ങനെ ഒന്നൊന്നായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങ് അടങ്ങിയാണ് പോകുന്നത്. അല്ലേ? അങ്ങനെ നിങ്ങൾ പലരും കണ്ടിട്ടില്ലേ? എന്താണ് ഈ സംഭവിക്കുന്നത്? ആ ആത്മാവെന്ന നിത്യവസ്തു പരമാത്മാവിന്റെ അംശമാണ്. അത് പരമാത്മാവ് തന്നെയാണ്. താൻ അധിവസിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനെല്ലാം നിലനിർത്തിയിരുന്നത്. അതിന്റെ മടക്കയാത്രയ്ക്ക് സമയമാകുമ്പോ ഒരു മഹാരാജാവ് ഒരു വീതിയിലൂടെ എഴുന്നള്ളി വരുമ്പോൾ ആദ്യം അതിന് വീഥികൾ ഒരുക്കുന്ന ഒരു കൂട്ടം വരും. ഇപ്പൊ മന്ത്രിമാരൊക്കെ വരുമ്പോ വരുന്നത് പോലെ അതിന് വീഥികൾ ഒരുക്കുന്ന കുറെ ആളുകൾ വരും. അത് കഴിയുമ്പോ അനുയായികൾ കുറെ പേര് വരും. അതിന് കൂടെ അനുഗമിക്കുന്ന കുറെ പേര് വരും. വാദ്യമേളങ്ങൾ വരും, വിവിധ ഘോഷങ്ങൾ വരും. ഇതെല്ലാം കൂടി വന്ന് രാജാവ് അങ്ങ് പോയി കഴിയുമ്പോൾ വഴി വീണ്ടും എന്താവും? ശൂന്യമായി തീരും. ഇതുപോലെ ആത്മാവ് ഈ ലോകത്തിൽ വാഴുവാനായി നിയോഗിച്ചയച്ചതാണ്. അതിന്റെ നിയോഗം പൂർത്തിയാകുമ്പോൾ ഈ കൂടെ വന്നതെല്ലാം ഒന്നൊന്നായ തന്നിലേക്ക് തന്നെ അടങ്ങി അങ്ങ് മടങ്ങി പോവുകയാണ്. ഇത് അതിന്റെ വ്യവസ്ഥയാണ്. ഇതുപോലെയാണ് ഭഗവാനും എഴുന്നള്ളുന്ന സമയത്ത് ആ എഴുന്നള്ളത്ത് എത്ര കാലം അവിടെ ഉണ്ടോ അത്രയും കാലം ഈ ദേവീദേവന്മാരും ദൂതപരമ്പരകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ എഴുന്നള്ളത്ത് എപ്പോഴും നിലനിർത്തുവാൻ എന്ത് വേണം? നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നാമവും നിയമവും ഉണ്ടെങ്കിൽ അവിടെ സർവശക്തിയുമുണ്ട്. കാരണം എന്താ? സർവശക്തിയുടെ നിയമമാണ് അവിടെ നടക്കുന്നത്. സർവശക്തിയുടെ നാമമാണ് അവിടെ സ്തുതിക്കുന്നത്. അപ്പോൾ തൻ്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ നിന്ന് പലപ്പോഴും പറയും, ദൂതന്മാർ നിങ്ങൾക്ക് കാവലുണ്ട്, ദേവീദേവന്മാർ കാവലുണ്ടെന്നൊക്കെ പറയും. ചില കാര്യങ്ങൾ അനിഷ്ട സംഭവങ്ങളോ അനർത്ഥങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ
ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ചില ആളുകളെങ്കിലും ഈ അറിവിൽ ജീവിക്കുന്ന ചില ആളുകളെങ്കിലും ചിന്തിക്കും, അയ്യോ ദൂതന്മാരൊക്കെ എവിടെ പോയിരുന്നു, അങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ അവരാരെയും കണ്ടില്ലല്ലോ. അപ്പം അവരവരത് ചിന്തിച്ചു നോക്കണം, എവിടെയാണ് ദൂതന്മാർ നഷ്ടപ്പെട്ടത്. നിയമത്തിൽ തോറ്റുപോയാൽ നിയമം പിഴച്ചുപോയാൽ നിയമദൂതന്മാർ പിൻവാങ്ങും. അപ്പൊ അരുതരുതെന്ന് പറയുന്നത് ഒന്നും ചെയ്യരുത്, ചെയ്യണമെന്ന് പറയുന്നതെല്ലാം കൃത്യമായി ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്ത് ജീവിക്കുമ്പോൾ ഈശ്വരന്റെ അധിവാസമുണ്ടാകും, ദൂതന്മാരുടെ കാവലുണ്ടാകും, ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും, വിദ്യാലാഭമുണ്ടാകും, ധനലാഭമുണ്ടാകും, സുഖമുണ്ടാകും, സർവ്വതും ഉണ്ടാകും. എന്തുകൊണ്ട്? സർവത്തിനും കഴിവുള്ളോനെ കരുണാവാരിധേ, പറഞ്ഞിരിക്കുന്ന പ്രകാരം സർവ്വരും ഉത്രാട പൂജ ഒരുക്കി ഗുരുവിനെ സ്വീകരിക്കുക. സർവ്വ ഈശ്വരവും ഓരോ ഭവനത്തിലും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാൻ ആളാമ്പ്രി ദർശിച്ചിരിക്കുകയാണ്. നേർച്ച കാഴ്ചകളെല്ലാം സ്വീകരിക്കുന്നു. സർവ്വദുഃഖങ്ങളും സർവശക്തി പരിഹരിക്കട്ടെ. നടക്കാനിരിക്കുന്ന ശാഖാശ്രമ വാർഷികങ്ങൾ സെപ്റ്റംബർ മാസം 5-ാം തീയതി കോട്ടയം ചൂട്ടുവേലി ശാഖാശ്രമ വാർഷികമാണ്. 9-ാം തീയതി ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. എല്ലാം ഉന്നതമായി ജഗദീശ്വരൻ നടത്തട്ടെ. നമ്മുടെ മഹാഗോപുരത്തിന്റെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് ആ ഉന്നതമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സർവശക്തി അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ മഹാഗോപുരത്തെ കാണുവാനും ഈ ലോകത്തിലേക്ക് അതിനെ അവതരിപ്പിക്കുവാനും ശില്പികളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനും
അതിന്റെ അകവും പുറവുമായി നിന്ന് പ്രവർത്തിക്കുവാൻ സർവശക്തി തിരഞ്ഞെടുത്ത ജന്മം കൊടുത്ത് നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയിരാരോഗ്യ സൗഖ്യത്തോടെ എന്നും കരുതി കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും ആ സ്തപതികളെയും ശില്പികളെയും സർവകർമ്മികളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖവും ആരോഗ്യവും ഈശ്വരൻ ദാനം ചെയ്യട്ടെ. നടക്കാനിരിക്കുന്ന വിശേഷപ്പെട്ട കർമ്മങ്ങളെല്ലാം ഉന്നതമായ വിധത്തിൽ നടത്തപ്പെടുവാനും അതിന്റെ പരിപൂർണ ഫലം ആനന്ദമായി ഓരോ ആത്മാവിനും അനുഭവമാകുവാനും സർവശക്തി അനുഗ്രഹിക്കട്ടെ. നടത്തപ്പെട്ട കർമ്മങ്ങളെ നിങ്ങൾ എപ്പോഴും ഓർക്കുകയും നന്ദിപ്പെടുകയും ചെയ്യുക. അതിൽ കൂടി നിങ്ങളിൽ അനുഭവമായ ആനന്ദം നഷ്ടമാക്കാതെ സൂക്ഷിച്ച് ജീവിക്കുക. നിങ്ങളിൽ ലഭിക്കുന്ന ആനന്ദം ആ പ്രകാശമായി മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ആ ഉത്തമ ജീവിതം ചെയ്ത് ലോകത്തിൽ നിങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുക. നിങ്ങൾ തീർച്ചയായും മോക്ഷത്തിൽ എത്തിയിരിക്കും. എല്ലാ ആത്മാവിനെയും മോക്ഷത്തിലേക്ക് എത്തിക്കുവാനാണ് ആത്മാവിന്റെ ഉടമസ്ഥൻ ലോകത്തിൽ വന്ന് വാഴുന്നത്. അത് നിങ്ങൾക്ക് അനുഭവമാകട്ടെ. സർവകർമ്മങ്ങളും ഉന്നതമായി നടക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളെല്ലാം ഉന്നതമായി തീരുവാൻ, അതെല്ലാം ഓരോ ഭവനങ്ങൾക്കും ആത്മാക്കൾക്കും ഐശ്വര്യത്തിന് സമൃദ്ധിക്കുമായി വരുവാൻ സർവശക്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പുതിയതായി വന്നു ചേർന്നവരെ എല്ലാം ഞാൻ പ്രത്യേകം ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സത്യത്തെ സ്വീകരിച്ച് ആദർശ നിയമത്തിൽ കൂടി ജീവിച്ച് ആനന്ദം അനുഭവിക്കുവാൻ നിങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിലുള്ള ദുഃഖങ്ങളെ, സങ്കടങ്ങളെ എല്ലാം ജഗദീശ്വരൻ പരിഹരിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. അതിനായി ആത്മനാഥൻ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയ